राहुल गांधी जी अपना रायबरेली का सीट रखना चाहिए, क्योंकि रायबरेली ये पहले से भी उनके बहुत नज़दीक है। उस फैमिली के साथ बड़ा जुड़ाव है वहाँ से, और पीढ़ियों से वहाँ पर वो लड़ते आए हैं। वायनाड से खाली सीट पे प्रियंका जी लड़ना चाहिए। വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ലിബീഷും നിതിൻ പ്രഭാകരനും ചേരുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നു, റായ്ബറേലി നിലനിർത്തുന്നു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, നിർണായക തീരുമാനമാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് മല്ലികാർജുൻ ഖാർഗെ ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെയും നെഹ്റു കുടുംബത്തിന്റെയും തട്ടകമായ റായ്ബറേലി മണ്ഡലം നിലനിർത്തി വയനാട് സീറ്റ് ഒഴിയാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നു. അവിടെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം കൂടി വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നിർണായകമായ തീരുമാനമാണ് AICCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ നമ്മളൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും KB ലിബീഷ് ചേരുകയാണ്. കോൺഗ്രസിന്റെ ഒരു നിർണായക തീരുമാനമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ്. ഏറെ ബുദ്ധിമുട്ടേറിയ ഒരു തീരുമാനവും കൂടിയായിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അദ്ദേഹത്തിന് വയനാട് ഒഴിയാൻ തീരെ താല്പര്യമില്ല. കാരണം കഴിഞ്ഞ 5 വർഷവും വയനാട്ടിൻ്റെ ഓരോ ഗ്രാമങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. വയനാട്ടിലെ ജനത നൽകിയ സ്നേഹത്തിന് ഏത് രീതിയിൽ നന്ദി പറഞ്ഞാൽ മതിയാവില്ല എന്നാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പല ഘടകങ്ങൾ നേതൃത്വം പരിഗണിച്ചിട്ടുണ്ടാകാം. ഉത്തരേന്ത്യയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം അവിടെ അനിവാര്യമാണ്. റായ്ബറേലിയിൽ നിലനിൽക്കേണ്ടത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേസമയം തന്നെ വയനാടിനെ പാതി വഴിയിൽ ഇട്ടിട്ട് പോയി എന്നുള്ളൊരു ആക്ഷേപം കേൾക്കാനും അദ്ദേഹത്തിന് താല്പര്യമില്ല. ആ ഒരു തീരുമാനത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധിയെ തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു തീരുമാനവും എടുത്തത്. മറ്റ് അഭ്യൂഹങ്ങൾക്കോ ചർച്ചകളിലേക്കോ ഒന്നും പോകാതെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനമെടുത്തത്. വയനാടുമായുള്ള ആത്മബന്ധം രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നുണ്ട്. തൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. സാങ്കേതികമായി MP സ്ഥാനം ഒഴിഞ്ഞാലും പ്രിയങ്ക ഗാന്ധിയിലൂടെ താൻ വയനാട്ടിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. റായ്ബറേലിക്കും വയനാട്ടിനും 2 MP-മാരെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം വന്നു. നേരത്തെ തന്നെ ഈ പ്രിയങ്ക ഗാന്ധിയുടെ മത്സരം സംബന്ധിച്ചുള്ള ഒരു നിർണായക തീരുമാനം വരേണ്ടിയിരുന്നത് സോണിയാഗാന്ധിയുടെ ഭാഗത്തുനിന്ന് തന്നെയായിരുന്നു. അവരെ സംബന്ധിച്ച് 3 പേർ, ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള 3 പേർ പാർലമെന്ററി രംഗത്തേക്ക് വരുന്നതിനോട് സോണിയാഗാന്ധിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ അവർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതുമാണ്. എന്നാൽ പുതിയൊരു സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി അല്ലാതെ മറ്റൊരാളെ വയനാട്ടിൽ നിർത്തുക കോൺഗ്രസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമാവില്ല. അത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾക്കും ഒപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികളുടെ ആയുധങ്ങൾക്കും ഒക്കെ കാരണമാകും. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചും അത് ആശ്വാസകരമായൊരു കാര്യം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നേരത്തെ വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു, അവിടെ മത്സര രംഗത്തേക്ക് വരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം റായ്ബറേലിയിലേക്ക് പോകുന്നത്. അങ്ങനെ വയനാടിനെ ഉപേക്ഷിച്ചു എന്ന പ്രചരണത്തിന് ആ ഒരു ഇപ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാർ ചേരുന്നുണ്ട്. AP അനിൽകുമാർ, എന്തായാലും പ്രിയങ്ക ഗാന്ധിയും വയനാടിൽ പ്രിയങ്കരിയായി മാറുമോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ 5 വർഷക്കാലം ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുമായിട്ടുണ്ടാക്കിയ ഒരു ആത്മബന്ധം വളരെ വലുതായിരുന്നു. അത് രാഹുൽ ഗാന്ധി പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന് വൈകാരികമായിട്ട് വയനാടിനോടുള്ള അടുപ്പം. അതുകൊണ്ട് തന്നെ അദ്ദേഹം 5 വർഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് മാറി മറ്റൊരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിനകത്ത് അതേറെ പ്രയാസമുണ്ടാക്കുന്ന, വേദന ഉളവാക്കുന്ന ഒന്നാണ്. പക്ഷെ ആ പ്രയാസവും സങ്കടവും ഒക്കെ മാറ്റുന്ന ഒരു തീരുമാനമാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും പാർട്ടിയുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കാരണം ശ്രീമതി പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ വളരെ ആവേശം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെയുള്ള രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഏറ്റവും ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് കൂടെ നിന്ന് പ്രവർത്തിച്ച പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് വയനാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് മുന്നോട്ട് പോകേണ്ട ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗം വയനാട്ടിൽ നിന്നാകുന്നു എന്നുള്ളത് ആവേശം നൽകുന്ന ഒന്ന് തന്നെയാണ്. അനിൽകുമാർ, കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകളിലേക്കൊന്നും പോകാതെ തന്നെ ഇത്തരം തീരുമാനം എടുക്കേണ്ടി വന്നപ്പോൾ പാർട്ടി ഇനി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണ്. ആ തെരഞ്ഞെടുപ്പിലും
വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ആദ്യഘട്ടങ്ങളിൽ പലരും പറഞ്ഞത്, മാധ്യമങ്ങൾ ഉൾപ്പെടെ, രണ്ടാം തവണ വരുന്ന രാഹുൽ ഗാന്ധിക്ക് എന്തുമാത്രം പിന്തുണ ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ ആ കണക്കൂട്ടലൊക്കെ തെറ്റിച്ചുകൊണ്ട് നല്ലൊരു മെജോറിറ്റിയോട് കൂടിയാണ്, നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ്, പോളിംഗ് ശതമാനം കുറഞ്ഞിട്ട് പോലും രാഹുൽ ഗാന്ധിക്ക് വലിയ വിജയമാണ് വയനാട്ടിലെ ജനങ്ങൾ നൽകിയത്. അത് കാണിക്കുന്നത് ആ വൈകാരികമായ ജനങ്ങൾക്കുള്ള അദ്ദേഹത്തോടുള്ള താല്പര്യമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനകം തന്നെ നടത്തി തെരഞ്ഞെടുപ്പ് പൂർത്തിയായി നിൽക്കുകയാണ്. ഇനി പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ തീർച്ചയായിട്ടും സമയമുണ്ട്, സമയമെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ നല്ലൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും നല്ല പ്രകടനം കാഴ്ചവെക്കുവാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ശ്രീ എ പി അനിൽകുമാറാണ് പ്രതികരിച്ചത്, കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ തീരുമാനം. നിതിൻ, ഈ തീരുമാനത്തിലേക്ക് എത്തിച്ച ഘടകങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ഉത്തരേന്ത്യയിലെ പാർട്ടി നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വരണം. ഉത്തരേന്ത്യയിൽ പാർട്ടി ചില ക്ഷീണം സംഭവിച്ചിരിക്കുന്നു, ചില കേന്ദ്രങ്ങളിൽ പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, ഉത്തർപ്രദേശിലും പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ട്. കോൺഗ്രസിൻ്റെ പരമ്പരാഗത തട്ടകമായിരുന്നു ഒരു കാലത്ത് ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളിലും. അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയിലൂടെ കോൺഗ്രസിന് വീണ്ടും ഉത്തർപ്രദേശ് അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമെന്നാണ് പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ കരുതുന്നത്. അതുതന്നെയാണ് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം കഴിഞ്ഞ പ്രവർത്തക സമിതിയിൽ രാഹുൽ ഗാന്ധി വയനാട് റായ്ബറേലി നിലനിർത്തണമെന്നൊരാവശ്യം ഉന്നയിച്ചത്. ആ ആവശ്യത്തിനോട് രാഹുൽ ഗാന്ധി ആദ്യം മുഖം തിരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ അമേഠി കൈവിട്ടപ്പോഴും തന്നെ ചേർത്ത് പിടിച്ച വയനാട് മണ്ഡലം നിലനിർത്തുന്നതിനോടായിരുന്നു താല്പര്യം. എന്നാൽ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിരന്തരമായ സമ്മർദ്ദം ഫലം കണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒടുവിൽ അദ്ദേഹം മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് വയനാട് ഒഴിയുന്നത് എന്നാണ് നമുക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ലിബീഷ്, ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് നേതാവ് ദുൽകിഫിൽ ചേരുന്നുണ്ട്. ശ്രീ ദുൽകിഫിൽ, വയനാടിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയി എന്നുള്ള പഴി രാഹുലിൽ നിന്ന് മാറിക്കിട്ടുമോ ഈ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ? ഒരിക്കലും അങ്ങനെയുള്ള ഒരു പഴി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ കേൾക്കേണ്ട ഒരു അവസ്ഥ നിലവിലില്ല. നമുക്കറിയാം, നിലവിൽ ഇന്ത്യ രാജ്യത്ത് മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, 2 മണ്ഡലത്തിൽ മത്സരിക്കുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഭാഗമായി എടുത്തതാണ് ഒന്ന് ദക്ഷിണേന്ത്യയിൽ നിന്നും ഒന്ന് അദ്ദേഹത്തിന് ഉത്തരേന്ത്യയിൽ നിന്നും മത്സരിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രചരണത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അതോടൊപ്പം തന്നെ വയനാട്, നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായി ബന്ധമുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ്. കഴിഞ്ഞ തവണ RSSന്റെയും സംഘപരിവാറിന്റെയും കൃത്യമായ അജണ്ടയുടെ ഭാഗമായി ആ മണ്ഡലം രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയും ആ സമയത്ത് ഇന്ത്യൻ പാർലമെന്റിൽ മതേതരത്വത്തിന്റെ ശബ്ദമായി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകിയത് വയനാട് പാർലമെന്റാണ്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരിയെ അവിടെ തന്റെ കന്നി അംഗത്തിന് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി കടന്നു വരുന്നത് ഇരുകൈയും സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. അതോടൊപ്പം തന്നെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്നും നിലനിൽക്കുന്ന കേരള സംസ്ഥാനത്തിനും ഈ പ്രിയങ്കയുടെ വരവ് ഒരു നവ ഉന്മേഷം നൽകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ദുൽകിഫിൽ, ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഒരു കക്ഷിയോടാണ് ഇവിടെ നിരന്തരം ഒരു ദേശീയ നേതൃത്വത്തിന് മത്സരിക്കേണ്ടി എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യവും മുന്നിലില്ലേ? അത് പറയുന്നതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അതുകൊണ്ട് ആ പറയുന്ന പ്രചരണങ്ങൾക്കൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുമായി അതിന്റെ മുന്നണി സംവിധാനവുമായിട്ടാണ് എക്കാലത്തും കോൺഗ്രസ് മത്സരിക്കുന്നത്. തന്നെ കേരളത്തിലെ LDFന്റെ നയങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലായി വരുന്ന പല റിപ്പോർട്ടുകളും BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ LDF സംവിധാനം. അപ്പൊ ആ സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം തന്നെ ഒരു കാരണവശാലും വിദൂര സാധ്യത പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനത്താണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ ആര് മത്സരിക്കുന്നത് കോൺഗ്രസ് തീരുമാനിക്കും. അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞത് കൊണ്ടാണല്ലോ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി വിജയിച്ചതും
ഇത്തവണയും രാഹുൽ ഗാന്ധി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത്. അതൊരു വെറും രാഷ്ട്രീയത്തിലെ വെറും എന്താ പറയാ ഒരു തെറ്റായ പ്രചരണത്തിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശരി, കോൺഗ്രസ് നേതാവ് യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽക്കിഫിലാണ് പ്രതികരിച്ചത്. നിതിൻ, നമുക്ക് ഈ തീരുമാനത്തിൻ്റെ മറ്റ് രാഷ്ട്രീയ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം നൽകിയ മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിന് പരമ്പരാഗതമായ വോട്ടുകളുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങൾ ആ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് എത്രത്തോളം ആശ്വാസകരമാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം? തീർച്ചയായും കേരളത്തിൽ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി ഒഴിയും എന്ന സൂചന ലഭിച്ചത് മുതൽ തന്നെ സ്ഥാനാർത്ഥി മോഹികൾ ഏറെ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. പാർട്ടിക്കകത്ത് ഒരു വലിയ വിഷയങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ വലിയ തർക്കങ്ങൾ വയനാട് പാർലമെൻറ്റ് സീറ്റിന് വേണ്ടി ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. കാരണം ഒരു 100% വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റിന് വേണ്ടി പലരും ഇതിനകം സ്ഥാനാർത്ഥി കുപ്പായം തുന്നിയിരുന്നു. എന്നാൽ ആ പാർട്ടിക്ക് ഒരു ചർച്ച പോലും ഇല്ലാതെ, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ചർച്ചയുടെ ആവശ്യം പോലും ഇല്ലാത്ത തരത്തിൽ AICC തന്നെ നേരിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വലിയ ആശ്വാസമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്നത്, കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്നത്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്ന പ്രഖ്യാപനം തങ്ങൾ ഏറ്റെടുത്തു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ക്യാമ്പ് വലിയ ആവേശത്തിലായിരിക്കും. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിൻ്റെ അതേ ആവേശം തന്നെയായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ കഴിയുക. പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നതോടെ ഒരുപിടി ദേശീയ നേതാക്കൾ വയനാട്ടിൽ പ്രചരണത്തിനെത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി CPI തന്നെയായിരിക്കും മണ്ഡലത്തിൽ മത്സരിക്കുക. എങ്ങനെയായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയം? അല്ലെങ്കിൽ ആനി രാജ തന്നെ വീണ്ടും വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇടതുമുന്നണി രംഗത്തിറക്കുമോ എന്നാണ് കാത്തിരുന്നു കാണുന്നത്. ലിബീഷ്, അത് ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സമസ്യ തന്നെയാണ്. കാരണം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഒരു കക്ഷിക്കെതിരെ പോരാടാൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃനിരയിലെ ഏറ്റവും പ്രമുഖയായ ഒരു നേതാവ് ഇവിടേക്ക് നിരന്തരം ചുരം കയറി എത്തുന്നത് അത് എന്തായാലും CPIയെ സംബന്ധിച്ച് ഒട്ടും സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല. ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ഈ ഐക്യത്തെ തകർക്കാനുള്ള ശ്രമമായിട്ടാണ് CPI നേതാക്കൾ പലപ്പോഴും ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ അതിനെയൊന്നും വകവയ്ക്കാതെ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും ദേശീയ തലത്തിലെ ഇന്ത്യ മുന്നണിയിൽ ചലനങ്ങൾ ഉണ്ടാക്കുക എന്നാണ് നിതിൻ കരുതുന്നത്? തീർച്ചയായും ഇന്ത്യ മുന്നണിക്കകത്ത് CPI ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. കോൺഗ്രസുമായി സഹകരിച്ച് തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായി സഹകരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടവരാണ്. പക്ഷേ അവരുടെ ദേശീയ നേതാവ് ആനി രാജയും കോൺഗ്രസ് ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആനി രാജയുടെ ഭാഗത്തുനിന്നും രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശവും പുറത്തു വന്നിരുന്നു. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി നേരത്തെ റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം പറഞ്ഞില്ല എന്നവർ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിൽ എന്തായാലും പ്രിയങ്ക ഗാന്ധി വരുമെന്ന ഒരു പ്രതീക്ഷ ഒരുപക്ഷെ ഇടതുമുന്നണി നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല. പ്രിയങ്ക ഗാന്ധി വീണ്ടും വയനാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി, പ്രത്യേകിച്ച് NDA വെള്ളം കുടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തിയ ഈ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി തന്നെ വയനാട്ടിൽ വന്ന ഇന്ത്യ സഖ്യത്തിലെ ഒരു ഘടകകക്ഷിക്കെതിരെ മത്സരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിക്കെതിരെ മത്സരിക്കുമ്പോൾ, പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുമ്പോൾ ആ മുന്നണിയിൽ ഒരു മുറുമുറുപ്പ് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് CPI എന്ത് നിലപാടെടുക്കും, അല്ലെങ്കിൽ CPM എന്ത് നിലപാടെടുക്കും എന്ന് നമുക്ക് കണ്ടറിയണം. നമ്മൾ അല്പസമയം മുമ്പ് ചില CPM നേതാക്കന്മാരെ പ്രതികരണത്തിന് വേണ്ടി വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് പാർട്ടി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു തീരുമാനം എടുത്തില്ല, അതിനുശേഷം തങ്ങൾ പ്രതികരിക്കാമെന്ന നിലപാടാണ് ഇടതു നേതാക്കൾ എടുത്തത്. അതുതന്നെയായിരിക്കും വയനാട്ടിൽ വലിയ ചർച്ചയാകാൻ പോകുന്നതും. ലിബീഷ്, വയനാടിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ, ആ രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ പ്രിയങ്ക ഗാന്ധി ചുരം കയറി വരുന്നതാണ് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ അത് ഇന്ത്യ മുന്നണിയിൽ ഏത് രീതിയിലായിരിക്കും ചലനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. CPI ഇക്കാര്യത്തിലൊരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ പാർട്ടി വൃത്തങ്ങളിൽ ആലോചിച്ച ശേഷമായിരിക്കും ഒരു പ്രതികരണം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആവേശം, ആശ്വാസകരമായ ഒരു തീരുമാനം. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്നെത്തും. വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി തീരുമാനം കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ്. പ്രിയങ്കയുടേത് ആദ്യ തെരഞ്ഞെടുപ്പ് അംഗം. നാസർ കൊളായി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്.
അതായത് രാഹുൽ പിന്മാറിയപ്പോൾ അല്ലെങ്കിൽ രാഹുൽ മണ്ഡലം ഒഴിഞ്ഞപ്പോൾ പ്രിയങ്കയെ തന്നെ കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നു. എങ്ങനെയാണ് ഇടതുമുന്നണിയും CPIM ഇതിനെ നോക്കിക്കാണുന്നത്? ഈ വാർത്ത കോൺഗ്രസ് ഇപ്പൊ പുറത്തുവിട്ടിട്ടേ ഉള്ളൂ. ഇടതുപക്ഷ മുന്നണി വ്യക്തമായി എന്താണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നെനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ TV കാണുന്ന ഒരു അകലത്തിലല്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരിൽ മത്സരിക്കുക എന്നുള്ളത് അതിന്റെ നിർബന്ധമായ കാര്യമാണ്. ഇവിടെ ഇപ്പോ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം നിലനിർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളോട് വോട്ട് ചോദിച്ചിട്ടുള്ളത്. ഇതിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ഒരു വാർത്തയുടെ പ്രതികരണം എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി മാറിയാൽ പകരം മറ്റ് സ്ഥാനാർത്ഥികൾ വരുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ കോൺഗ്രസിനകത്ത് ആ കാര്യത്തിൽ വലിയ തർക്കം നടക്കുന്നുണ്ട്, ആർക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ളതിന്റെ പേരിൽ. അതുകൊണ്ടുള്ള അതിനൊരു പരിഹാരം കൂടിയായിരിക്കാം പ്രിയങ്ക ഗാന്ധി വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSSനെ അധികാരത്തിൽ നിന്ന് നീക്കുക എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്. RSSന്റെ രാഷ്ട്രീയ മുഖമാണ് BJP യുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റാനായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. RSSന്റെ പരിപാടികളാണ് അവർ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ചയും രാമക്ഷേത്ര നിർമ്മാണവും. ഞാൻ ആ വിഷയം തന്നെ എടുത്ത് പറയാനുള്ള കാരണം, ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചില്ല, അത് എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. മാത്രമല്ല, രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിന് തന്റെ വിഹിതമായി 3 പ്രത്യേകം പൂജിച്ച വെള്ളി ഇഷ്ടികകൾ കൊടുത്തയച്ച ഒരാൾ കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. അത് കോൺഗ്രസിന്റെ നിലപാടും അക്കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ UPയിൽ കണ്ടിട്ടുള്ളത്, ഇതേ രാമക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തെ മതേതരവാദികൾ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ച BJPയെ തോൽപ്പിക്കുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ എന്തായിരുന്നു അവരെടുത്തിരുന്ന നിലപാട്, ആ നിലപാടിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഉള്ളത്. എന്റെ അച്ഛന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണ് രാമക്ഷേത്രം എന്ന് പറഞ്ഞതിൽ പ്രിയങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സ്വാഭാവികമായ മതേതര ചോദ്യത്തെ പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ അവസ്ഥയല്ല. കാരണം ഈ തീരുമാനം ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഞാൻ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ്. നേരത്തെ രാഹുൽ ഗാന്ധി ജയിച്ചിരുന്ന വയനാട് മണ്ഡലത്തിൽ ഇത്തവണ UDFന്റെ തരംഗമുണ്ടായി കേരളത്തിൽ എന്നാണ് പറയുന്നത്. ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ UDFന് വോട്ട് ചെയ്തു എന്ന് പറയുമ്പോഴും ഒന്ന് ലൈനിൽ തുടരുക. നമുക്കൊപ്പം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ചേരുന്നുണ്ട്. ശ്രീ അബിൻ വർക്കി, വയനാടിനും റായ്ബറേലിക്കും ഒരുപോലെ സന്തോഷമുണ്ടാകുന്ന തീരുമാനം ഉണ്ടാകുമെന്നാണ് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. ആ രീതിയിൽ തന്നെയാണോ ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോ ശ്രീ രാഹുൽ ഗാന്ധി സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചു. ആ 2 മണ്ഡലങ്ങളിൽ ഒന്ന് റായ്ബറേലിയും ഒന്ന് വയനാടുമായിരുന്നു. അതിൽ സ്വാഭാവികമായിട്ടും ഒന്ന് ഒഴിയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ഒഴിയേണ്ട തീരുമാനമെടുക്കുമ്പോൾ അത് വയനാടിനാണ് അത് ഒഴിയാനുള്ള സാഹചര്യം ഉണ്ടായത്. പക്ഷെ അത് ഒഴിയുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഏറെ വൈകാരികമായ ഒരു ബന്ധമുള്ള സ്ഥലമാണ് വയനാട് എന്നുള്ളത്. ഞാൻ വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എന്നെ കൈപിടിച്ചുയർത്തിയ, എന്നെ നോക്കി നടത്തിയ വയനാട് പാർലമെന്റ് മണ്ഡലത്തോട് എനിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകുന്നില്ല. വയനാടിന് 2 MP മാരുണ്ടാകും. അത് എനിക്ക് ഏറ്റവും വൈകാരികമായ ബന്ധമുള്ള, വയനാടിനെ നയിക്കാൻ പോകുന്നത് എനിക്ക് തന്നെ ഏറ്റവും വൈകാരികമായ ബന്ധമുള്ള ആളായിരിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവരുടെ ആദ്യവട്ട മത്സരത്തിന് വയനാട് തന്നെ തെരഞ്ഞെടുക്കുന്നത്. ശ്രീ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം അത് ഓരോ മതേതര വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. ശ്രീ രാഹുൽ ഗാന്ധി അവിടെ വിജയിച്ച ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ശ്രീ പ്രിയങ്ക ഗാന്ധി അവിടെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ഐക്യജനാധിപത്യ മുന്നണി ഇന്ന് രാത്രി തൊട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ ഏറെ സന്തോഷം നൽകുന്ന വാക്കുകളാണ്. അത് കാരണം പ്രിയങ്ക ഗാന്ധിയെ പോലെ ഏറെ ഷാർപ്പായിട്ട്, വളരെ ഫയർ ബ്രാൻഡായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ സാധിക്കുന്ന രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് നേരെ
കൃത്യമായി വളരെ ഷാർപ്പായി മെസ്സേജുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, കോൺഗ്രസിന്റെ ഐഡിയോളജി ഉള്ള വ്യക്തി ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകുന്നത് ഏതൊരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മതേതരത്വ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതേറെ ആവേശം പകരുന്ന ഒരു വാർത്ത തന്നെയാണ്. അതുകൊണ്ട് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു ശുഭവാർത്തയാണ് നമുക്ക് നൽകുന്നത്. അബിൻ വർക്കി, ദേശീയ തലത്തിൽ BJPക്കെതിരായ പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന CPIക്കെതിരെ മത്സരിക്കാൻ കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാക്കൾ ഇങ്ങനെ രാഹുൽ ഗാന്ധി, അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി വരുന്നത് അതെന്ത് സന്ദേശമാണ് നൽകുന്നത്? അല്ല, അതായത് ഇപ്പോ കേരളത്തിൽ നമ്മൾ ഇന്ത്യ മുന്നണിയായിട്ടല്ല മത്സരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ബംഗാളിൽ നമ്മൾ ഇന്ത്യ മുന്നണിയായിട്ടല്ല മത്സരിച്ചത് എന്നുള്ളതും നമുക്കറിയാം. ബംഗാളിൽ പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം തൃണമൂൽ കോൺഗ്രസുമായി ഒരു സഖ്യ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ്. വയനാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ശ്രീ രാഹുൽ ഗാന്ധി അത് വ്യക്തമാക്കിയും കഴിഞ്ഞു. ഏറെ വൈകാരിക ബന്ധം ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഉള്ള മണ്ഡലമാണ് വയനാട് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്റെ കൂടെ ചേർന്ന് നിന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ജനങ്ങളാണ് വയനാട്ടിലെ ജനങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് അവരെ എനിക്ക് കൈവിടാൻ സാധിക്കില്ല എന്നുള്ളതും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ തന്നെ വയനാടിനെ പ്രതിനിധീകരിക്കണം എന്നുള്ളത് അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആവശ്യമാണ്. അത് ഞങ്ങൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെയും ആവശ്യമാണ്. അത് വയനാടുകാരുടെയും ആവശ്യമാണ്. അത് നിങ്ങൾക്ക് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ശ്രീ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വയനാട്ടിലെ ജനങ്ങൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ തിരഞ്ഞെടുക്കും. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിലൊക്കെ ഒന്നും അത് ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ആ ചോദ്യത്തിലൊന്നും പ്രസക്തിയില്ല. ശരി, ശ്രീ അബിൻ വർക്കി. നാസർ കൊളായി തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ശ്രീ നാസർ കൊളായി, വയനാടുമായി വൈകാരികമായ ഒരു അടുപ്പം രാഹുൽ ഗാന്ധിക്കുണ്ട്. ആ അടുപ്പം പ്രിയങ്ക ഗാന്ധിക്കും തുണയാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. പക്ഷേ ദേശീയ തലത്തിലെ സാഹചര്യവും സംസ്ഥാന തലത്തിലെ സാഹചര്യവും വേറിട്ടൊരു രീതിയിൽ പോകുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മത്സരമുണ്ടാക്കുന്ന അതിൻ്റെ ഒരു രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ കുറിച്ചും ഇന്ത്യ മുന്നണി എന്ത് തീരുമാനമെടുക്കുമെന്നതിനെ കുറിച്ചും ഇപ്പോൾ വളരെ വ്യക്തമായി പറയാൻ ഞാനാണല്ല. പക്ഷെ അബിൻ വർക്കി ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, തന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ തന്റെ കൂടെ നിന്ന മണ്ഡലമായിരുന്നു വയനാട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമേഠിയിൽ അവരുടെ ഗാന്ധി കുടുംബത്തിന്റെ കുത്തക മണ്ഡലത്തിൽ പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന മണ്ഡലമാണ് വയനാട്. അത്രയും ആത്മബന്ധമുള്ളായിരുന്നു, പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച വയനാട് എന്നാണ് അബിൻ വർക്കി ഇവിടെ സൂചിപ്പിച്ചത്. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചവരെ ഒറ്റപ്പെടുത്തി അവരെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് രാഹുൽ ഗാന്ധി പോയി എന്നാണ് അതിനുള്ള രാഷ്ട്രീയപരമായ മറുപടി. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അബിൻ വർക്കി എന്നെ ഇവിടെ സൂചിപ്പിച്ചപ്പോ ഇന്ത്യൻ മതേതരത്വത്തിന് ശക്തി കൂട്ടാൻ നല്ലത് പ്രിയങ്ക ഗാന്ധിയുടെ മത്സരമായിരിക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ആമുഖമായി പറഞ്ഞല്ലോ, ഇന്ത്യൻ മതേതരത്വം നേരിടുന്നത് RSSന്റെ വെല്ലുവിളിയാണ്. RSSന്റെ വെല്ലുവിളിയുടെ പ്രതീകമായി ഇന്ത്യയിൽ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടായപ്പം ജനാധിപത്യവാദികൾ, അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 85% ഹിന്ദു മതവിശ്വാസികൾ, യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികളുള്ള ആ പ്രദേശത്ത് ഈ രാമക്ഷേത്രത്തിന് വേണ്ടി നിന്ന പാർട്ടിയെ തോൽപ്പിച്ച ചരിത്രമുള്ളത്. പക്ഷെ പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് ആ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, പ്രിയങ്ക ഗാന്ധി എടുത്ത നിലപാട് ഞാൻ പറഞ്ഞല്ലോ, രാമക്ഷേത്രത്തിന് അനുകൂലമായ നിലപാടാണ് എടുത്തത്. അത് അച്ഛന്റെ സ്വപ്നമാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കോൺഗ്രസ് വക്താവ് അബിൻ വർക്കി സൂചിപ്പിച്ച മതേതരത്വത്തിന്റെ പോരാട്ടത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കണം, മത്സരിക്കണം എന്ന് പറയുന്നതിന്റെ പ്രസക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യ മുന്നണി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് പറയാൻ മാത്രം സമയമായിട്ടില്ല, അതിന് ഞാൻ ആളുമല്ല എന്ന് മാത്രമേ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളൂ. ഏതായാലും തന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, അത് കോൺഗ്രസിന്റെ വക്താവ് തന്നെ സൂചിപ്പിച്ചല്ലോ, പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ സഹായിച്ചവരെ ഉപേക്ഷിക്കുന്ന രാഷ്ട്രീയ തീരുമാനമാണ് രാഹുൽ ഗാന്ധി അക്കാര്യത്തിൽ എടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചു, നേരത്തെ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പലരും ജയിച്ചു എന്നൊക്കെ പറയുമ്പോഴും വയനാട് ചർച്ച ചെയ്യപ്പെടാതെ പോയതാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ഏകദേശം 1 ലക്ഷത്തോളം വോട്ട് കഴിഞ്ഞ തവണത്തെക്കാൾ പിറകിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നന്ദി ശ്രീ നാസർ കൊളായി. എന്തായാലും ആ ദിശയിലുള്ള പ്രചരണം തന്നെയായിരിക്കും CPMൻ്റെയും LDFൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധി പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന വയനാടിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും LDFൻ്റെയും CPMൻ്റെയും ഒക്കെ പ്രചരണം മുന്നോട്ട് നീങ്ങുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ, ആവേശകരമായ ഒരു തീരുമാനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്.